നാളെ കിട്ടുമോ ഇത്? നാളെ കിട്ടുമെന്നറിയില്ല, 2-3 കൊല്ലം കൊണ്ട് കിട്ടും. അതല്ല മനുഷ്യ, പഞ്ചായത്തിന് കിട്ടുമോന്ന്? അതറിയൂല, പഞ്ചായത്ത് പ്രസിഡന്റ് വരുമ്പോ ചോദിക്കും. ഞാൻ എന്നാ പിന്നെ കടവർക്ക് ഉസ്മാനെ. ആ ശരിക്ക. കുറച്ച് സമയത്തിന് ശേഷം. എന്താ റഫീക്ക, കച്ചവടമൊന്നുമില്ലേ? കുഴപ്പമില്ലാണ്ട് പോണ്ട് ഉസ്മാനെ. അല്ല ഉസ്മാനെ, നിനക്ക് പണിയൊന്നുമില്ലേ? ഇന്ന് കോഴി സമരല്ലേ? കോഴി സമര? കോഴിക്കടക്കാരന എനിക്കില്ല, നിനക്കെന്നെ സമരം? കോഴിയല്ല റഫീക്ക, കോറി കോറി. ഓ, ഒന്നോർത്താ നമുക്ക് രണ്ടാൾക്ക് ഒരേ പണിയാലേ. അതെന്താ റഫീക്ക അങ്ങനെ വർത്തമാനം? ഞാൻ ഇവിടെ ഇരുന്ന് കോഴിയെ കൊല്ലുന്നു, നീ റോഡിലിറങ്ങി മനുഷ്യരെ കൊല്ലുന്നു. ഞാൻ അന്ന് പോയി ചായ കുടിച്ചിട്ട് വരാം റഫീക്ക. ഇക്ക, ഒരു മധുരം കുറച്ച്, കടുപ്പം കുറച്ച്, പഞ്ചസാര കുറച്ച് ചായ. എന്നാ നീ വെച്ച സാധനം ഇതെന്താ പച്ചവെള്ള? ഇതാണ് നീ പറഞ്ഞ സാധനേ. ഐ ഇക്ക, എന്നാ പൊറോട്ട ഉണ്ടാ? ആ പൊറോട്ടയൊക്കെ ആയിക്കൊണ്ടിരിക്കണല്ലേ. കൂട്ടാൻ എന്തുള്ള ഇക്ക? കൂട്ടാൻ കയറ്റിയിട്ടുണ്ട്. അയ്യവ, അത് തടച്ചു. ഒരു അവാർഡിനുള്ള ഭാഗ്യമുണ്ട്. നിങ്ങൾ കാര്യം പറ മനുഷ്യ. എന്താണ്? എന്താ കറിയുന്ന്? അതിപ്പോ ബീഫ് കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്. എന്നാ പിന്നെ 2 ബീഫും 10 പൊറോട്ടയും വരട്ടെ. എന്തോ ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ ഷവർമയുണ്ടോ? ഇല്ല. അഫ്ഗാനിസ്ഥാൻ? ഇല്ലേ. പെരി പെരി ഷവർമയോ? അതും ഇല്ല. പിന്നെ ഉണ്ടയാണ് കടയുള്ളത്? ഉണ്ടയുണ്ട്, അതെടുക്കട്ടെ. ഉണ്ടയും കൊണ്ട് അടുത്തോ? ഇജ്ജോടെ പഠിക്കണേ? പഠിക്കുന്ന വലിയൊരു സ്ഥലത്താ. എവിടെയാണ്? പഠിക്കുന്ന വലിയൊരു സ്ഥലത്താണ്. അൽഹംദുലില്ലാ, പഠിക്കണ്ടല്ലോ. ഹൈറ്. കാലം പോയ പോക്കേ. അതാരുടെ മോളാ മജിദ്ക്ക? അതെ, പശുക്കാൻ മോളാണ് സാർ ചേച്ചി. ഓ, ഇക്ക ഒരു 10 മസാല പോണ്ട പാർസൽ. ഓ റഫീക്ക, ഓ, ഒരു 2 കിലോ കോഴി എടുക്ക്. എന്താ കഥ വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല റഫീക്ക. ഖദീജ, ആ സാറേച്ചി. എന്താ ഈ ചിക്കൻ വാങ്ങാന്നാ? പിന്നെ കോഴിക്കടയിൽ ചിക്കൻ വാങ്ങാനല്ലാണ്ട് പച്ചക്കറി വാങ്ങാൻ വരും സാറേച്ചി. ഈ ഖദീജന്റെ ഒരു കാര്യം. അപ്പൊ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടാവില്ലേ വീട്ടില്? അങ്ങനെ ആരും ഒന്നുമില്ല. ഇന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ, അതാ പിന്നെ ചിക്കൻ മേടിക്കാന്ന് വിചാരിച്ചത്. ഓ, വീട്ടിലെല്ലാവരും സുഖമല്ലേ? ആ, സുഖം സുഖം, ഇങ്ങനെ പോന്നു. എന്നാ കഥ ചേട്ടാ? എത്രയായി? 320. ഇന്ന് റഫീക്ക. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാ സാറേച്ചി. ആ, വാളെടുക്കണം, വലപിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാങ്ങെടുക്കണം, ദേശം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊട്ടി ഇലയിരിക്കണം. അല്ല, ആയത് സാർത്തീച്ചും കഥിച്ചാത്തയോ? ആ, എന്താ പ്രസിഡന്റ്, തിരക്കാണ് തോന്നുന്നത്? ആ കഥിച്ചാത്തോ, ചെറിയ തിരക്കൊക്കെ ഉണ്ട്. പ്രസിഡന്റ്, നിങ്ങൾ വല്ലതും അറിയണ്ട? എന്താ സാധിച്ചി? ആ ബഷീർഖാന്റെ മോളെ, ആ ബഷീർഖാന്റെ മോള്, ആ കുട്ടിയുടെ പോക്ക് അത്ര ശരിയല്ലാട്ടാ. നിങ്ങളെന്തീ പറഞ്ഞു വരുന്ന? അവളൊക്കെ വല്ലവിടെ എത്തുമോ? അതെ, വല്ലവിടേക്കാൾ എത്തുമോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണേ? ആ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? എന്താ പ്രസിഡന്റ്? ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടി UK അടുത്ത മാസം പോവാൻ നിൽക്കുക. ഇതൊക്കെ നമ്മൾ വല്ലതും അറിയണ്ട സാറേച്ചി? എവിടെന്ന്? ആ, അടിപൊളി. ഡാൻസാൻഡോ എവിടെയാ? ആളിപ്പോ ഗൾഫിൽ പാൽ സൊസൈറ്റിയിലാണ്. അവിടെ പാൽ സൊസൈറ്റി ഉണ്ടല്ലേ? പിന്നെ അവിടുത്തെ പശു മുട്ട പപ്സ് ഇടുവോ പ്രസിഡന്റ്? അല്ലേ? അല്ല, എൻ്റെ മാപ്പിള അസിത്ത വീട്ടിൽ സുഖമായിട്ടിരിക്കണല്ലേ? ആ, അഫീക്ക് സുഖമായിരിക്കുന്നു. ആ, ഒന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. ആ, പറഞ്ഞേക്കാം പ്രസിഡന്റ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് സാർച്ചക്ക് ശരി എന്നാ. ആ, ശരി പ്രസിഡന്റ്. പ്രസിഡന്റ് ഓ, എവിടേക്കാ ഒരു ഓട്ടം? ഞാൻ അവിടെ പഞ്ചായത്തിന് ഒരു 30 ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു ഓട്ടത്തിലാണ് ചങ്ങായി. അതെന്താ പ്രസിഡന്റ്, ലോട്ടറി അടിച്ചാ? ലോട്ടറി എന്നല്ലോ ഒരു വ്യത്യസ്ത ഒരു പ്രായമായിട്ടാണ്. പ്രസിഡന്റ്, ഇത് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അതെ, ഇരിക്കും, നമുക്ക് ഇത് സംസാരിക്കാം. അതായത് നമ്മുടെ ഈ പെണ്ണുങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് കൊരാൻ പരിപാടിയില്ലേ, വെള്ളം കളിയോ? വെള്ളം കളിയല്ലോ, മറ്റേ പുല്ലുവത്തില്ലേ? ഓ, തൊഴിൽ
അതിൽ പേര് മാത്രമേ ഉറപ്പുള്ളൂ. എപ്പോഴും പണി കിട്ടുന്നൊന്നും ഉറപ്പില്ലല്ലോ. പ്രസിഡന്റ് ഐ, അതേടോ, ഇതിനു വേണ്ടി ഞാൻ ഇന്നലെ എറണാകുളം സെക്രട്ടേറിയറ്റ് വരെ പോയതാണ്. അതിന് സെക്രട്ടറിയേറ്റ് ട്രിവാൻഡ്രല്ലേ? ട്രിവാൻഡ്രത്തിന് അടുത്ത സ്റ്റോപ്പല്ലേ എറണാകുളം. അതെങ്ങനെ? എടോ, ഞാൻ TTCയിലാണ് പോയത്. അതെന്താ സാധനം? ടൗൺ ടു ടൗൺ. ഓ, അല്ല മനുഷ്യ, നിങ്ങൾ എന്തിനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരം എറണാകുളമൊക്കെ പോയി വരുന്നത്? നിങ്ങൾ ഈ ചെറിയ പഞ്ചായത്തിൽ എന്ത് ചെയ്യാനാണ്? അതൊക്കെ ഒരു സർപ്രൈസ് ആയിരിക്കട്ടോ. പിന്നെ നമുക്കുള്ള പിടിയൊന്നും ഈ പഞ്ചായത്തിൽ വേറെ ആർക്കും ഇല്ല. പ്രസിഡന്റ് പൊതുവായിട്ട് എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നില്ലേ? അതെ അതെ, അതൊക്കെ ഉണ്ട്. അത് ഈ വളർന്നു വരുന്ന നമ്മുടെ ഈ കുട്ടികൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ചെയ്യും. അതാണ് ഇരുന്നോട്ടെ. അപ്പോൾ ശരി, പോട്ടെ ഞാൻ. ആ, ശരി ശരി ശരി. ഇയാളെ പോലെ നമ്മുടെ നാട്ടിൽ ആരും ഇല്ലല്ലേ? അതെ അതെ. എന്നാ നിന്റെ പൊറോട്ട. ശരിക്ക, പൈസ വൈകിട്ട് തരാം. ഓയ് മാമേ, ഏതായി മധുരി? എൻ്റെ ഒരു മരുമോനാണേ. മാമോ, ഇത് കണ്ട അപ്പോയിൻമെന്റ് ലെറ്റർ. ഓ, ഏത് പിന്നെ നന്ദി മാമ. അത് ലവ് ലെറ്റർ. ഇത് ജോലിക്കുള്ള ക്ഷണക്കത്ത്. അതെന്താ നിന്റെ കയ്യില്? ജോലി കിട്ടി. എന്ത് ജോലി? ബാങ്കിൽ ജോലി. ഏത് ബാങ്ക്? പള്ളിയിലെ ബാങ്ക്. ഏത് പള്ളി? വിമാപ്പള്ളി. എത്ര? ഇങ്ങനെ ഷെരീഫ് ഫാമിലി 2ാം ഘട്ടത്തിനൊക്കെ എന്താ പറഞ്ഞത്? എന്ത് പണമുള്ളതിന് വേണ്ടി കല്യാണത്തിന് ഓസിന് തിന്നിട്ട് പോകണം. മക്കളെ, മാമൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നല്ലതിന് വേണ്ടി ആയിരിക്കില്ലേ? നിങ്ങളൊക്കെ ഇതും പറയും, ഇതിൻ്റെ അപ്പുറവും പറയും. അമ്മായി, അമ്മ വന്നോ? അയാളോട് സീറ്റ് അവിടെ തന്നെ ഇരിക്കാൻ പറയണം. ഞാൻ വരുന്നുണ്ട്. പോട്ടോ അമ്മമാര്. എന്തോന്നാ ഇത്? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല റഫീഖ കാര്യങ്ങളൊക്കെ. നീ എന്താ ഉദ്ദേശിച്ചത്? ഇപ്പോഴത്തെ പിള്ളേര് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലാന്ന്. അതെ അതെ, ഓരോ കുട്ടിക്കും ഓരോ അവസരമുണ്ട്. അതിന് അതിൻ്റെതായ സമയമുണ്ട്. നമ്മളൊക്കെ അവരെ പലരുടെ മുന്നിലും താഴ്ത്തി കെട്ടുന്നില്ലേ? ഡിജിറ്റൽ ലോകമല്ലേ, എന്ത് വേണേലും എപ്പോൾ വേണേലും മാറി മറിയാം. ചിലപ്പോൾ അത് നല്ലതിനാവാം, അല്ലെങ്കിൽ നാശത്തിനുമാവാം. ചെറുപ്പക്കാർ നാടിനും വീടിനും പരിഹാസ കഥാപാത്രങ്ങളാണ്. അങ്ങനെയുള്ള നിരവധി കഥാപാത്രങ്ങൾ നമുക്കിടയിലുണ്ട്. അഭ്യസ്തവിദ്യരായ യുവതലമുറയ്ക്ക് ഏത് ജോലിയിലും കഴിവും ആത്മവിശ്വാസവും ലഭിക്കാൻ പ്രചോദനം നൽകുകയാണ് വേണ്ടത്. വരും തലമുറയ്ക്ക് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.